ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി. ഇത് കുറേ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ റെഡിയാക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ്. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമെന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാൻ കോഴിക്കറി ഉണ്ടാക്കാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കടുക് വറുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ ടൊമാറ്റോ സ്ലൈസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ 2-3 പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല ഒരു ഹാഫ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ച 1 കിലോ ചിക്കൻ, നന്നായിട്ട് കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാരിനേഷനൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക, കാരണം ചിക്കനിൽ ഉപ്പില്ലല്ലോ. കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോ 1/2 കപ്പോ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഗ്രേവി കുറച്ച് കട്ടിക്ക് വേണമെന്നുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കോക്കനട്ട് ഓയിൽ തന്നെ. ഇനി ഞാൻ ഏകദേശം 1 കപ്പ്, 3/4 കപ്പ് മതിയാവും തേങ്ങ. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കളർ എൻഹാൻസ് ചെയ്യാനായിട്ട്. ഇതിനി നമുക്ക് തീയലിന് വറുക്കും പോലെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4-5 വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു 4-5 ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വറുത്തെടുക്കണം. കൂടാതെ നമുക്ക് പൊടിക്കാത്ത മസാല 1.5 ടീസ്പൂൺ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിക്കാത്ത ഹോൾ മസാല എല്ലാം വരും. പെരുംജീരകവും ഒരു 3-4 പട്ടയും, ഏലക്ക 2 2 ഗ്രാമ്പു തുടങ്ങിയവ എല്ലാം ഉണ്ട്. പിന്നെ ഇനി 1 ടീസ്പൂൺ കുരുമുളക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം വറുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല എരിവ് കിട്ടും. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തീയലിനെ പോലെ ഒരുപാട് ബ്രൗൺ കളറായിട്ട് ചുവന്ന് വരണ്ട. അപ്പോഴേക്കും ഞാൻ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാൻ കാരണം ഓൾറെഡി ഞാൻ കുരുമുളകും അല്ലാതെ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് അത് മതിയാകും. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ അരച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ അരപ്പ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു 3/4 വെന്തിട്ടുണ്ടാവും. അതിലോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കണ്ടല്ലോ നിങ്ങൾ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഈ അരപ്പ് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ കളർ ആവണമെങ്കിൽ കുറേ കൂടെ തേങ്ങ മൂപ്പിച്ചെടുക്കാം. പക്ഷേ ടേസ്റ്റ് ഇത്രയും ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാ മസാലയും കൂടെയൊക്കെ പിടിച്ചു വരുമ്പോൾ ഒരു വല്ലാത്ത സ്വാദാണ്, നല്ല മണമാണ്. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശമല്ല ഫുള്ളായിട്ടുണ്ട് കണ്ടോ. അതിലെ ഓയിലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. നല്ല ഒരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് നമ്മുടെ എല്ലാ കറിക്കും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണല്ലോ കറിവേപ്പില നമ്മൾ എത്രയും കൂടുതലിട്ട് അത്രയും ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില വേണമെന്നുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്യാം. പക്ഷേ ഇത് നാടൻ കറിയായിട്ട് മല്ലിയില ഞാൻ ആഡ് ചെയ്തില്ല. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള കറിയാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി ഏത് വേണോ. പക്ഷേ വെള്ളയപ്പമാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. നല്ല പേരാണ്. വെള്ളയപ്പോ അല്ലെങ്കിൽ പാലപ്പോ എന്ത് വേണം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിന് നിങ്ങൾക്ക് ഈ കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്നവർക്ക് പോലും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.